നമുക്കിന്നൊരു ചേമ്പില കൊണ്ടൊരു അപ്പം ഉണ്ടാക്കാം. ചേമ്പില അപ്പം, പത്രോടെ എന്ന് പറയും. അതിനാവശ്യമായുള്ള സാധനങ്ങൾ: ചേമ്പില, അതെത്ര കിട്ടുമോ അത്രയോ. പിന്നെ ഒരു മുറി തേങ്ങ വേണം, മഞ്ഞൾപ്പൊടി, ജീരകം, കായം, 3 വറ്റൽമുളക്, പിന്നെ പുളി, വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത്തിരി ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് ഇതിന് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മളൊരു നാഴി പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. പച്ചരിയോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചേരുവകൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് കൊണ്ടുവന്ന മാവാണിത്. നമുക്കിനി ഈ ചേമ്പലൊക്കെ ഒന്ന് ഇതിൻ്റെ ഈ പുറത്തെ ഈ തണ്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഈ ഞരമ്പുകൾ ഇതിരുന്നാൽ നമുക്ക് ചൊറിയും. അപ്പം നമ്മളിത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കാം. സാവധാനം ചെയ്യണം. കണ്ടോ? ഇങ്ങനെ ഈ തണ്ടെല്ലാം കളഞ്ഞു കൊണ്ടുവരാം കേട്ടോ. ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് ഞാൻ കഴുകി കൊണ്ടുവന്നാണ്. ഒന്നുകൂടി ഒന്ന് തുടച്ചൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. നമ്മളിത് അരച്ച മാവ് ഇനി ചേമ്പിലയിലേക്ക് തേക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ ചേമ്പില ആദ്യം വെച്ചു. ഇത് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ, ഇത് തവി കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. കൈകൊണ്ട് തന്നെ എടുത്ത് പെരുത്തുക. കനം കുറച്ചിങ്ങനെ പെരട്ടണം. എല്ലായിടത്തും ഇങ്ങനെ തടവി കൊടുക്കണം. എത്ര കനം കുറയ്ക്കാവോ അത്രയും കനം കുറയ്ക്കും. ചേമ്പിലയുണ്ട് അത്യാവശ്യം. ഞാൻ അതിൻ്റെ പുറത്തേക്ക് അടുത്തെടുത്ത് വെച്ച് കൊടുക്കും. ഒരു തേങ്ങയുടെ ഇച്ചിരി അരഞ്ഞില്ല. ഇരിക്കട്ടെ, ടേസ്റ്റാണ്, കടിക്കും. ലാസ്റ്റ് മാവൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി നമുക്കിത് ചുരുട്ടാം. അതിലിങ്ങനെ മുടക്കാം.
ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പച്ചമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ചേപ്പില കൊണ്ടുവന്ന് വയ്ക്കാം. ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കല്ലേ, ഇച്ചിരി വലുതായിപ്പോയി. ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഇച്ചിരി രണ്ടാക്കാരും ഓട്ടെ വേഗം. ഓക്കെ, ഇനി ഒരു 20 മിനിറ്റോളം നമുക്കിത് വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 20 മിനിറ്റെങ്കിലും വേകണം. ഇത്തിരി വലുപ്പമായതുകൊണ്ട് 5 മിനിറ്റ് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അടയ്ക്കാവേ. നമ്മളിത് അടുപ്പ് വെച്ചിട്ടിപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെന്തിട്ടുണ്ടെന്ന് നോക്കാതെ ഞാനൊരു ഗിർക്കിലെടുത്ത് കുത്തി നോക്കുവാണേ. ഗിർക്കിലയിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുത്തി നോക്കിയിട്ട് പൊക്കുമ്പോൾ ഇതിനെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല. ഇപ്പോൾ പറ്റി പിടിക്കുന്നില്ല, കേട്ടോ. അത് ലൂസായിട്ട് പോരുമ്പോൾ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കാം. ഇനി ഇതെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് ആറാനായിട്ട് വയ്ക്കണം. ഇതേ കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ ഒറ്റടിക്കൊന്ന് പൊക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കേടാവാതെ പൊക്കിയെടുക്കണ്ടേ, അതുകൊണ്ട് ഹെൽപ്പ് വേണ്ടി വരും. ആടെ വലിയ കുഴപ്പമില്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആറാനായിട്ട് വയ്ക്കാം, തണുക്കട്ടെ. ചേമ്പിലപ്പം നമ്മൾ ആറാനായിട്ട് മാറ്റി വെച്ചായിരുന്നു. അത് ആറിയിട്ടുണ്ട് കണ്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ചെറിയ പീസാക്കണം. കണ്ടോ, ഇതിങ്ങനെ കിട്ടും. നമ്മൾ ആ ചുരുട്ടി വെച്ചതിൻ്റെ ലെയറായിട്ടൊക്കെ വന്നുണ്ട് വന്നു. ഇതൊരുതേ ഇലക്കകത്തോട്ട് മാറ്റി വെച്ചേ. ഇനി ഇത് വേറൊരു കലാപരിപാടി ഉണ്ട് ഇതിൻ്റെ. ഞാൻ അടുത്ത പീസൊന്ന് മുറിക്കാം. ഇതാ കണ്ടോ, അടുത്ത ലെയർ. ഇനി നമ്മൾ ഓരോ പീസായിട്ട് മുറിച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് മുക്കിയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളിതൊരു ചീനച്ചട്ടിക്കകത്ത് ഇച്ചിരി എണ്ണ ചൂടാക്കിയിട്ട് അതിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. മുരിച്ചെടുക്കുക. ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ തൊട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണെങ്കിലും വെളിച്ചെണ്ണയാണ് വേണ്ടത്. എണ്ണ ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കിടക്കുമായിരുന്നതേ. അതിൻ്റെ തൊട്ട് ആ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് 3-4 ഒരുമിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിനെടുത്ത് ചൂടാക്കിയാൽ മതി.
തിരിച്ചിട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കാം. നമ്മൾ പുളിയൊക്കെ ഇട്ട കാരണം ചൊറിയല്ല, എന്നാലും എങ്ങാനും ചൊറിഞ്ഞാലോ എന്ന് കരുതിയാണ് ഇങ്ങനെ എടുക്കുന്നത്. അത് തന്നെയല്ല ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ എണ്ണ വേണ്ടാത്തവർക്ക് അപ്പം തന്നെ, ഇനി ചൂടാക്കണ്ടാത്തവർക്ക് ഒരു തരി വെളിച്ചെണ്ണയ്ക്കകത്ത് മുക്കി കഴിക്കാം, ചൊറിയൊന്നുമില്ല. ഏകദേശം ആയിട്ടുണ്ട്, നോക്കാം. കണ്ടോ, മുരിഞ്ഞിട്ടുണ്ട്. നമുക്കതേ ഇഡ്ഡലിപ്പൊടിയാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നും വറ്റൽമുളകും കായമൊക്കെ കൂടി ഉപ്പും കൂടി പൊടിച്ച പൊടിയാണ് ചമ്മന്തിപ്പൊടി. ഇതിൽ മുക്കി നമുക്കിത് കഴിക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? ചേമ്പരാപ്പം ഇഷ്ടമായോ? അതിൻ്റെ കൂട്ടത്തിലൊരു ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ചേമ്പലയപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും പോക്ക് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിത് എപ്പോഴും ചേമ്പലയപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല. ചേമ്പില കൂട്ടാനാണ് എൻ്റെ സ്ഥിരം കറി. ഇതിപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കും. ഒരു കൊതിയൊക്കെ തോന്നുമ്പോഴേ ചേമ്പിലപ്പം ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നറിയത്തില്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഒരിക്കൽ കൂടി പറയുകയാണ്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.